ബൺ മസ്കയുടെ കഥ പറയാം കേട്ടോ. ഞാൻ ഈ ഒരു സാധനം ട്രെൻഡിങ്ങിലാവുന്ന കണ്ടിട്ട് എനിക്കിത് കഴിച്ചേ പറ്റുള്ളൂ, ഭയങ്കര ആഗ്രഹം തോന്നി, ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ചങ്ങനാശ്ശേരിയിൽ ഒരു കടയൊക്കെ കണ്ടുവച്ചിട്ട് കല്യാണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് പനി പിടിച്ചു. ചുട്ടുകൊള്ളുന്ന പനി, രുചിയും മണവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ എനിക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഐ തിങ്ക് ഒരാഴ്ചയ്ക്ക് ശേഷം രുചിയും മണമൊക്കെ തിരിച്ച് വന്നു. അപ്പോൾ എനിക്ക് ആദ്യം കഴിക്കാൻ തോന്നുന്നത് ഈ ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ ഇങ്ങോ ആ സാധനം കിട്ടാനില്ല. ചെന്നൈയിൽ എവിടെ പോയിട്ട് ഞാൻ ബൺ മസ്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാന്ന്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ബോറിംഗ് ആയിട്ടുണ്ടാവും, ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ബൺ മസ്ക വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ദാ ഇവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, ഇളക്കിയൊന്ന് മിക്സ് ആക്കണം. അങ്ങനെ ഇളക്കി സെറ്റാക്കി ഇനി നമുക്ക് നമ്മുടെ ബണ്ണിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ബണ്ണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നിങ്ങൾ തേച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ വീഡിയോസിൽ മാത്രം കണ്ട് ആഗ്രഹിച്ച ആ ഒരു സാധനം. ഇനിയിപ്പോൾ ടീയും കൂടി ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇറാനി ടീയുടെ റെസിപ്പി ഒന്നുമില്ല, തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ഇടുക, ഗ്രാമ്പൂ, പട്ട, ആ സാധനങ്ങളൊക്കെ ഇടുക. ഒപ്പം ചായപ്പൊടിയും കൂടി ഇട്ട് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പാലൊഴിക്കുക. അപ്പോൾ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, നല്ല ചൂട് ചായയും. ഈ ഒരു സാധനവും കൂടെ ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അതായത് ഈ ഒരു സാധനത്തെക്കുറിച്ചൊന്നും ഒരറിവും ഇല്ലാത്ത, എന്താ നമ്മുടെ കേരള നാട്ടിൽ ട്രെൻഡിങ് എന്നറിയാത്ത ഈ മനുഷ്യനെ കൊണ്ടായിരിക്കും ഞാൻ ഈ സാധനം ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് എൻ്റെ വീഡിയോയുടെ വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബൺ മസ്ക. ഓക്കെ, ഇതിപ്പോൾ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ടീ പിന്നെ ഓൾവേസ് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ടീ ഓക്കെ അത് കഴിക്കുക. ആ, അത് ബട്ടറും മിൽക്ക് മെയ്ഡും എന്തെങ്കിലും ഫീൽ തോന്നുന്നുണ്ട്. ഇതിൽ മുക്കിയിട്ടും കൂടി കഴിക്കേ. ശരി, പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ചുമ്മാ വീട്ടിലുണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ട്രെൻഡിനൊപ്പമാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, അപ്ഡേറ്റഡ് ആണെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ശ്രമങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ജിപ്സി. ബൈ ബൈ.